ഓക്കെ, ഇതാണ് ഹിന്ദി പോയം. ഇന്ന് തന്നെ എല്ലാവരും ഇതിന്റെ വേർഡിന്റെ മീനിങ്ങും സെന്റൻസിന്റെ മീനിങ്ങും അതിന്റെ ടിപ്പണി ഇന്ന് തന്നെ എല്ലാവരും പറഞ്ഞു തരണം. നന്നായി ശ്രദ്ധിക്കുക. ഞാൻ മീനിങ് പറയാം. ഓരോന്നിന്റെയും പേരുകൾ പഠിക്കണം. ഓരോന്നിന്റെയും പേരുകൾ പറഞ്ഞു തരണം. ഈ ചിത്രത്തിൽ കാണുന്ന ഓരോന്നിന്റെയും പേര് പറഞ്ഞു തരണം. ഏട്ടാ, ഇവിടെ പല്ലി ഉണ്ട്. പല്ലിക്ക് എന്താ പറയാ? പല്ലിക്ക് ഹിന്ദിയിൽ എന്താ പറയാ? പല്ലി. ഇതിലേത് വാക്കാണുള്ളത് പല്ലി എന്നുള്ളതിന്? പല്ലി. അടുപ്പ്. അടുപ്പുണ്ട്. അടുപ്പുങ്കല്ല. അടുപ്പിന് എന്താ പറയാ? അടുപ്പിന് ചൂൽഹ. ചൂൽഹ എന്ന് പറഞ്ഞ അടുപ്പ്. അതിന്റെ ഇപ്പുറത്ത് ആട്ടുകല്ലുണ്ട്, ചക്കി. ഇതൊക്കെ ഇന്ന് തന്നെ ചോദിക്കട്ടാ. ഇതൊക്കെ ഇന്ന് തന്നെ എല്ലാവരും പറഞ്ഞു തരണം. ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് ഇന്ന് തന്നെ എല്ലാവരും പറഞ്ഞു തരണം. ഗൂഗിൾ മീറ്റിൽ വന്ന് എല്ലാവരും ഇന്ന് തന്നെ പറഞ്ഞു തരണം. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. ചക്കി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്. പിന്നെ ഇതിലുള്ളത് കുത്തിയാണ്. കുത്തിയ. കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ. കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ. പിന്നെ പല്ലി, ചിപ്കലിയാം, ചിപ്കലിയോം, ചിപ്കലിയോങ്കി, ചിപ്കലിയാം പല്ലികൾ, ചിപ്കലി പല്ലി, ചിപ്കലി പല്ലി. അതുപോലെ ദാനെ, ധാന്യം, ധാന്യങ്ങള്, ധാന്യം. അവിടെ ഓക്കെ. ദാനെ, ധാന്യം. ദുവാം, പുക. പുക പോകുന്നുണ്ട്. ദുവാം, പുക. ദുവാം, പുക. കൗവേ, കാക്ക. കൗവ, കാക്ക. കൗവേ, കാക്കകൾ. അപ്പൊ ഇത്രയും വേർഡ്സ് എല്ലാവരും ഇന്ന് വരുമ്പോ പറഞ്ഞു തരേണ്ടതാണ്. എന്തൊക്കെയാണ്? ചൂൽഹ, അടുപ്പ്. എല്ലാവരും ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. പറയാത്തവർക്ക്, ഇന്ന് പറയാത്തവര് നാളെ ആണെന്നുണ്ടെങ്കിൽ 25 പ്രാവശ്യം ഇമ്പോസ്റ്റ് എഴുതി അയച്ചാൽ മതിട്ടാ. നാളെ 25 പ്രാവശ്യം ഇമ്പോസ്റ്റ് എഴുതിയിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി, ഇന്ന് പറയാത്തവര്. അപ്പൊ ഇത്ര വേർഡ്സ് ഇന്ന് തന്നെ എല്ലാവരും പറഞ്ഞു തരണം. കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ നൗണാണ്. നൗണ്. ഇതിപ്പോ നൗണാണ്. ഇനി ഇതിന്റെയൊക്കെ വേർബ് കൂടി പറയണം. ഇതിനെല്ലാം വേർബും കൂടി പറയണം. ചൂൽഹ, അടുപ്പ്. അതെന്താ ചെയ്ത്? രോയ, കരഞ്ഞു. കരഞ്ഞു എന്നുള്ളതിന് രോയ. ചൂൽഹ രോയ, അടുപ്പ് കരഞ്ഞു. ചക്കി എന്നുള്ള ഉദാസ്, ഉദാസ് രഹി. ഉദാസ് രഹി, വിഷമിച്ചു. ഉദാസിന്റെ ഗ്ലൂമി, വിഷമിച്ചു. ഏട്ടാ, ഉദാസ്, ഗ്ലൂമി, വിഷമിച്ചു. നബീല ബിൻ സിംഗ്, അശ്വിൻ. ഓക്കെ. ഓസ്റ്റിൻ ജോസഫ്, സിജിന. ഓക്കെ. സിജിന. ഓക്കെ. സിജിന പ്രസന്റ്. ചക്കി, ആട്ടുകല്ല്. ചക്കി, ആട്ടുകല്ല്. ശിവസൂര്യ എത്തിയിട്ടില്ലേ? ശിവസൂര്യ. ശിവസൂര്യയുടെ ശിവസൂര്യയുടെ ശിവസൂര്യ, എബ്രോൺ. ശിവസൂര്യ, എബ്രോൺ.
സാനിയ ഷിബു വന്നിട്ടില്ലേ? സാനിയ ഷിബു. ചിപ്കലി ലിസാർഡ് പല്ലി. ഓക്കെ. ദേവിക സി ജി. ഓക്കെ, ദേവിക സി ജി ബി ക്ലാസ്സിലാണോ? ഓക്കെ, സാനിയ ഷിബു എത്തിയിട്ടുണ്ട്. ഓക്കെ, സാനിയ ഷിബു. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കുക, അകാൽ और उसके बाद. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്നർത്ഥം. ക്ഷാമം, ബുദ്ധിമുട്ടുള്ള കാലം, ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാത്ത കാലം, അതാണ് അകാൽ, ക്ഷാമകാലം. അകാൽ ക്ഷാമകാലം എന്നർത്ഥം. ക്ഷാമം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്, ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാത്ത ഒരു കാലഘട്ടത്തെയാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടത്തെയാണ് ക്ഷാമകാലം എന്ന് പറയാം. ക്ഷാമകാലം, അകാൽ. और उसके बाद, അതിനുശേഷവും. ക്ഷാമകാലവും അതിനുശേഷവും. ഓർനെ ആൻഡ് നാഗാർജുനാണ് ഇത് എഴുതിയിട്ടുള്ളത്. അകാൽ और उसके बाद, ക്ഷാമകാലവും അതിനുശേഷവും. അപ്പൊ ഇതിൽ ആദ്യത്തെ 4 വരിയിൽ പറഞ്ഞിട്ടുള്ളത് ക്ഷാമകാലത്തെ കുറിച്ചാണ്, ഭക്ഷണം വെള്ളമൊന്നും ഇല്ലാത്ത, ഭക്ഷണം കിട്ടാത്ത കാലഘട്ടത്തെ കുറിച്ചാണ്. അതാണ് ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ. അതാണ് ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ. റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് അതിനുശേഷമുള്ള കാലഘട്ടമാണ്. ഭക്ഷണം കിട്ടി, ഭക്ഷണം വന്നു, ക്ഷാമകാലം കഴിഞ്ഞു. അങ്ങനെയാണ് ഇവിടെ 8 ലൈൻസ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതില് എനിക്ക് ഇന്ന് തന്നെ നിങ്ങള് ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് ഈ വേർഡ്സ്, ഇതിന്റെ അർത്ഥം പറയണം, ഇതിന്റെ ടിപ്പണി പറയണം. പക്ഷെ ഈ വേർഡ്സ് നിങ്ങൾ പ്രധാനമായിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കും. ഈ വേർഡ്സ് ഞാൻ എല്ലാവരോടും, എന്താ അർഫോ, എന്തേ കഴിഞ്ഞില്ലേ? അടച്ചു പോയാലാണ്. ഈ വേർഡ്സ് ഞാൻ എല്ലാവരോടും പ്രധാനമായിട്ട് ചോദിക്കും. ആദ്യം നൗൺസ് ആണ്. ഇതിൽ പറയുന്ന നൗണുകൾ ഏതൊക്കെയാണെന്നാണ്, നാമങ്ങൾ ഏതൊക്കെയാണ്. അടക്കിയിട്ട് വായലടക്കിയിട്ടാ, ഉറക്കടക്കി. ഒന്ന് ചൂൽഹ, അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചൂൽഹ, അടുപ്പ്. ചൂൽഹ എന്ന് പറഞ്ഞ അടുപ്പാണ്, അടുപ്പ്. ചൂൽഹ, അടുപ്പ്. ചക്കി, ആട്ടുകല്ല്. ചക്കി എന്ന് പറഞ്ഞ ആട്ടുകല്ല്. മാവൊക്കെ ആട്ടണ, ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ മാവ് ഇങ്ങനെ അരക്കണ കല്ല്, ആട്ടുകല്ല്, ചക്കി. കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ. കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ. കുത്ത എന്ന നായ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുത്ത, കുത്ത പുല്ലിംഗാണ്, അതിന്റെ സ്ത്രീലിംഗാണ് കുത്തിയ. കാനി കുത്തിയ. ചിപ്കലിയാം, പല്ലി. ചിപ്കലിയാം, പല്ലി. മുകളിൽ പല്ലീനെ കാണിച്ചിട്ടുണ്ട്. ചിപ്കലിയാം, പല്ലി. ഇതാ ഇവിടെ പല്ലീനെ കാണിച്ചിട്ടുണ്ട്. ചിപ്കലിയാം, പല്ലി, പല്ലികൾ. ചിപ്കലിയാം, പല്ലി. ദാനെ, ധാന്യം. ദാനെ, ധാന്യം. വീട്ടിൽ പിന്നെ ധാന്യം വരുന്നുണ്ട്. ദാനെ, ധാന്യം. ദുവാം, പുക. ദുവാം, പുക. ഇവിടെ പുക കാണിച്ചിട്ടുണ്ട്. ദുവാം, പുക. കവ്വേ, കാക്ക. കവ്വേന്ന് കാക്കകളാണ്. കവ്വ, കാക്ക, കവ്വേ, കാക്കകൾ. അതിന്റെ പ്ലൂറലാണ്. കവ്വേ, കാക്ക. അപ്പൊ ഇത്രയും നൗൺസ് ആണ് നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടത്. ഇത്രയും നൗൺസ് ആണ് നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടത്. ചൂൽഹ, അടുപ്പ്. ചക്കി, ആട്ടുകല്ല്. കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ. ചിപ്കലിയോം, ചിപ്കലി എന്ന് വെച്ചാൽ പല്ലി. ദാനെ, ധാന്യം. ദുവാം, പുക. കവ്വേ, കാക്ക.
അപ്പൊ ഇത്രയും നൗണ് പഠിക്കണം. ഇനി ആ നൗണിന്റെ വേർബ് കൂടി പഠിക്കണം. നാളേക്ക് ഇന്നത് കേൾപ്പിക്കാത്തവർക്ക് നാളെ 25 പ്രാവശ്യം പൊസിഷൻ ആണ്. ഇന്നത് കേൾപ്പിക്കാത്തവർക്ക് നാളെ പൊസിഷൻ ഉണ്ട്. പലരും കേൾപ്പിക്കുന്നില്ല. കുറച്ചു കുട്ടികളൊക്കെ വന്ന് കേൾപ്പിക്കുന്നുള്ള അന്ന് തന്നെ ഗൂഗിൾ മീറ്റിൽ വരാൻ പറയുമ്പോ എല്ലാവരും വരുന്നില്ല. ചില നല്ല കുട്ടികളൊക്കെ വന്ന് കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ മടിയന്മാരും മടിയത്തികളും കുറെ ഉണ്ട്, അവരൊന്നും വന്ന് കേൾപ്പിക്കുന്നില്ല. ചൂൽഹ രോയ എന്നാണ്, കരഞ്ഞു. അതിന്റെ വേർബ് കരഞ്ഞു. രോയ കരഞ്ഞു. ചക്കി ആട്ടുകല്ല്. ഉദാസ് രഹി വിഷമിച്ചു. ഉദാസ് വിഷമിച്ചു. ഇതും കൂടി പറയണം. ഓരോന്നിന്റെ വേർബ് കൂടി പറയണം. കാനിക്കുത്തിയ സോയ സോയി. പുല്ലിംഗാണെങ്കിൽ സോയ, ഇത് സ്ത്രീലിംഗം ആയതുകൊണ്ട് സോയി ഉറങ്ങി. രോയ കരഞ്ഞു, സോയി ഉറങ്ങി. ചിപ്കലിയാൻ ഗസ്റ്റ് ലഗി. ഗസ്റ്റ് വട്ടം കറങ്ങി. ഗസ്റ്റ് കറങ്ങി സഞ്ചരിക്കുക. കറങ്ങാൻ പോയെന്നുള്ളതിനെ ഹിന്ദിക്കാര് ഗസ്റ്റ് എന്ന് പറയും. ഗസ്റ്റ്. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയും. ഗസ്റ്റ് അല്ല ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് കറങ്ങി നടക്കുക എന്നർത്ഥം. കറങ്ങാൻ പോവാ. നിങ്ങൾ കറങ്ങാൻ പോവാന്നുള്ളതിന് ഹിന്ദിയിൽ ഗസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഗസ്റ്റിന് പോവാന്ന് പറയും. ഗസ്റ്റ് കറങ്ങി നടക്കുക. ഒരാൾ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആൾ ചിത്രത്തിലില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട്. ചൂഹ എലി. ഇവിടെ എലി കൂടി ഉണ്ട്. എലി ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. ചൂഹ എലി. ഇവിടെ എലി ഉണ്ട് കേട്ടോ. എലി. ചൂഹ എലി. റാറ്റിനോട് കാണിച്ചിട്ടുണ്ട്. ചൂഹ എലി. ഓക്കെ. ചിപ്കലി വട്ടം കറങ്ങി. ചൂഹ എന്താ ചെയ്ത്? ശിക്കസ്ത് രഹി പരാജയപ്പെട്ടു. ശിക്കസ്ത് പരാജയം എന്നാണ്. പരാജയം. ശിക്കസ്ത് പരാജയം. ചൂഹോം കി ഹാലത്ത് ശിക്കസ്ത് എന്നാണ്. പിന്നെ ദാനെ ആയെ എന്നാണ്. വന്നു. ധാന്യം വന്നു. ആയെ വന്നു. ധുവാമുട പുക ഉയർന്നു. പുക ഉയർന്നു. പിന്നെ അവിടെ വെർബോർണം വന്നിട്ടുള്ള ചമക്കൂടി എന്നാണ്. തിളങ്ങി. അത് കണ്ണുകളാണ്. വീട്ടിലുള്ളവരെ കണ്ണുകളാണ് തിളങ്ങിയത്. ആംഖയും ചമക്കൂടിയും. ഖെർക്കെ ലോകം കി ആംഖയും ചമക്കൂടി എന്നാണ്. അപ്പൊ ഈ ചമക്കൂടി നിങ്ങൾ പഠിക്കണം. തിളങ്ങി. ഷൈൻ ഷോൺ. കവ്വയും ആയയും തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കവ്വയുടെ പാങ്കയും ഗുൽജായി എന്നാണ്. ചിറക് ചൊറിഞ്ഞു എന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് ദാനെ ആയ കവ്വ ആയ രണ്ടിനും ആയ എന്നുള്ള വെർബാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. രണ്ടും ആയ എന്നുള്ള വെർബാണ് കൊടുത്തിട്ടുള്ളത്. വന്നു. അപ്പൊ ഓരോന്നിന്റെ വേർബ് കൂടി നിങ്ങൾ പറയണം. ഇതാണ് നിങ്ങൾ പറയാനുള്ള വേർഡ്സ്. ചൂൽഹ രോയ. നിങ്ങളൊന്ന് എനിക്ക് ഗൂഗിൾ മീറ്റിൽ വന്ന് പറഞ്ഞു തരേണ്ട വേർഡ്സ് ഇതൊക്കെയാണ്. ജസ്ന എജെ. ഓക്കെ. ഉദാസ് വിഷമിച്ചുട്ടാ. ഹസ്ന ഉദാസ് വിഷമിച്ചു. മെറിൻ. ഓക്കെ. ജസ്നയും മെറിനും. ഉദാസ് വിഷമിച്ചു. മെറിൻ പ്രസന്റ്. പിന്നാരാ? ജസ്ന പ്രസന്റ്. ജസ്നയുടെ പേരില്ലല്ലോ. ജസ്നെ ബി ആണോ? ജസ്നെ ബി ആണല്ലോ. ഓസ്റ്റിൻ ഉണ്ടല്ലേ? ഓസ്റ്റിൻ. ആൽബിയിലുണ്ട്. തീർത്ഥ, മിക, സാനിയ, ഷിബു, ശ്രീനന്ദിനി, ശ്രീകുട്ടിനെ കണ്ടല്ലോ.
അക്ഷയ് വി, കാർത്തിക തിലകൻ, ദേവിക സി ജി. ദേവിക സി ജി ഇതാണ് അല്ലെ. ദേവിക സി ജി ബി ആണ്. ജസ്ന ഏജ്, ദേവിക സി ജി. ദേവിക സി ജി ബി. അമാന റിംന. ഓക്കെ, റിംന ബി ആണല്ലേ. റിംന ബി. ജസ്ന ഏജ്. അഞ്ജലീന, കൃഷ്ണപ്രിയ, സിജിന, മെറിൻ, സിനാൻ, ഐശ്വര്യ, ടീന, ഹസ്ന പി എം, ദേവിക വി എസ്, അൻഷാദ് വി എം വന്നിട്ടില്ല, നിജാം, സുമീന, മനീഷ സി എം, ആൽമിയ, ജിയ, വിദ്യാസാഗർ, അന്ന വന്നിട്ടില്ല, അന്ന, മിത്ര, നവമി, സാനിയ സി എസ്, നിംഷിത, സൂര്യ പി. അന്ന പ്രസന്റ് പറഞ്ഞല്ലേ, അന്നയുടെ പേര് കണ്ടല്ലോ, അന്ന മരിയ. ഓക്കെ, ഓക്കെ, അന്ന മരിയ. ഓക്കെ, ശ്രീകുട്ടി പ്രസന്റ് ആണ് അല്ലെ. ഓക്കെ, സോയി എന്ന് പറഞ്ഞ ഉറങ്ങിട്ടാ. സൂര്യ, സോയി, സോയ, ഉറങ്ങി, സോയ. ശ്രീകുട്ടി. ഓക്കെ, അപ്പൊ ഇനി വരാത്തത് റിംന പ്രസന്റ് ആണ്. സന വന്നിട്ടില്ല. സന. ഇപ്പൊ ഇതിലില്ലാത്തൊരു പേര് ഞാൻ പറയാം. അക്ഷയ് ഇ വി വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അക്ഷയ് ഇ വി വന്നിട്ടുണ്ട്. ആൽബി വന്നിട്ടുണ്ട്. ഓക്കെ, ആൽമിയ, ആൽവിൻ, അമാന വന്നിട്ടുണ്ട്. ആൻമരിയനെ കണ്ടിട്ടില്ല കേട്ടോ. ആൻമരിയ, അന്ന മരിയ വന്നിട്ടുണ്ട്. അൻഷാദിനെ കണ്ടിട്ടില്ല. ദേവിക വി എസ് ഉണ്ട്. ദേവിക സി ജി ഉണ്ട്. ദിൽന ഉണ്ടല്ലോ. ദിൽന പറഞ്ഞല്ലേ. എബിൻ സി ബാബുവിനെ കണ്ടിട്ടില്ല. ജസ്ന ഏജെ പറഞ്ഞിട്ടുണ്ട്. ജിയ പറഞ്ഞു. കാർത്തിക പറഞ്ഞു. കൃഷ്ണപ്രിയ, മനീഷ, മെറിൻ, മിക, മിത്ര, നവമി, നിജാം, നിംഷിത, റിംന അവരൊക്കെ ഓക്കെയാണ്. സന പറഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ലാത്തവര് ഇത് ഇവരൊക്കെയാണ്. പ്രസന്റ് പറയാത്തവര് ഞാൻ ഒന്നുകൂടി പറയാം. സന ആബ്സെന്റ് ടാ. സന ആബ്സെന്റ് ആണ്. പ്രസന്റ് ആണ് ഈ പറയാ. എബിൻ ആബ്സെന്റ് ആണ്. അൻഷാദ് ആബ്സെന്റ് ആണ്. ആൻമരിയ ആബ്സെന്റ് ആണ്. ആൻമരിയ ഷോബിയാണ് കേട്ടാ. മറ്റേ ആൻമരിയ ഉണ്ട്. ആൻമരിയ ഷോബിയാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്. നാലുപേര് ആബ്സെന്റ് ആണ് കേട്ടോ. ഇവര് 4 പേര് ആബ്സെന്റ് ആണ്. അന്നമരിയ ഉണ്ട്. ഓക്കെ, ഓസ്റ്റിൻ ഉണ്ട്. ഓക്കെ, ഓസ്റ്റിന്റെ പേര് ഞാൻ എഴുതട്ടെ. ഓസ്റ്റിൻ. ഇവര് 4 പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ നോക്കാം. ചൂൽഹ റോയ. നമുക്കത് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് തരാം.
നമുക്ക് അതിൽ കൃഷ്ണ പ്രസന്റ് കേട്ടാ. Okay. First word chulha. Chulha. ചൂൽഹ എന്താ ചെയ്തെന്ന് പഠിക്കണം. ചൂൽഹയുടെ വേർബ് എന്താ? ചൂൽഹയുടെ വേർബ് എന്താ? രോയാന്നാണ്. രോയ. ചൂൽഹ രോയാന്നാണ്. ചൂൽഹ രോയ. അടുപ്പ് കരഞ്ഞു. ചൂൽഹ രോയ. അടുപ്പ് കരഞ്ഞു. ഇതാണ് ഫസ്റ്റ് വേർഡ്. അതിന്റെ മീനിങ് നോക്കാം. കൈ ദിനോം തക്ക്, കുറെ ദിവസങ്ങളോളം, കുറെ ദിവസങ്ങളായിട്ട്. ചൂൽഹ രോയ, അടുപ്പ് കരഞ്ഞു. കുറെ ദിവസങ്ങളായിട്ട് അടുപ്പ് കരഞ്ഞു. ചക്കി ഉദാസ്, ചക്കി രഹി ഉദാസ്, ആട്ടുകലി വിഷമിച്ചു. ഉദാസ് രഹി എന്ന് പറഞ്ഞാൽ വിഷമിച്ചു എന്നാണ്, ഗ്ലൂമി ആയി എന്നാണ്, വിഷമിച്ചു. ചക്കി രഹി ഉദാസ്. അപ്പൊ രണ്ടാമത്തെ വേർഡ് ചക്കി. രണ്ടാമത്തെ നൗണ് ചക്കി. വേർബ് ഉദാസ് രഹി. ഉദാസ് രഹി. ചൂൽഹ അടുപ്പ്, രോയ കരഞ്ഞു. ചക്കി ആട്ടുകൽ, ഉദാസ് രഹി വിഷമിച്ചു. ഉദാസ് രഹി വിഷമിച്ചു. കുറെ ദിവസങ്ങള് അടുപ്പ് കരഞ്ഞു, ആട്ടുകല്ല് വിഷമിച്ചു. കൈ ദിനവും തക്ക്, കുറെ ദിവസങ്ങളോളം, കുറെ ദിവസങ്ങൾ വരെ. കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ. സോയി ഉറങ്ങി. ഉൻകെ പാസ്, ഉന്നാണ് കേട്ടോ. ഉന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉൻ ഞാൻ മുമ്പേ പറയാറുണ്ട്. ഒന്ന് ഉസ്, വഹ് പ്ലസ് കെ ഉസ്കെ, വേ പ്ലസ് കെ ഉൻകെ. ഏടാ വഹ് പ്ലസ് കെ ഉസ്കെ, വേ പ്ലസ് കെ ഉൻകെ.
ഉൻകെ എന്ന് വെച്ചാൽ അവരുടെ അർത്ഥം ഉണ്ടാവും. ഉൻകെ അവരുടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉൻകെ പാസ് കാനി കുത്തിയ സോയി, കാനി കുത്തിയ. ഒറ്റക്കണ്ണൻ നായ, കാനി കുത്തിയ ഒറ്റക്കണ്ണൻ നായ. സോയി ഉറങ്ങി, ഒറ്റക്കണ്ണൻ നായ ഉറങ്ങി. സോയി സോയ സോയി, ഒറ്റക്കണ്ണൻ നായ ഉറങ്ങി. കാനി കുത്തിയ സോയി, ഒറ്റക്കണ്ണൻ നായ ഉറങ്ങി. ഉൻകെ പാസ്, ഇവർ രണ്ടാളുടെ അടുത്ത്, ചൂലയുടെ ആട്ടുകല്ലിന്റെ അടുത്ത് ഒറ്റക്കണ്ണൻ നായ ഇടുന്ന ഉറങ്ങാണ്. കൈ ദിനോം തക്ക്, കുറെ ദിവസങ്ങൾ. ലഗി ബീത്ത് പർ, ബീത്ത് എന്ന് പറഞ്ഞാൽ ഭിത്തി എന്ന് അർത്ഥമുണ്ട്. ബീത്ത് ഭിത്തി, ഓർക്കാൻ സുഖമുണ്ട്, പഠിക്കാൻ സുഖമുണ്ട്. ഹിന്ദിയിൽ ബീത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭിത്തി, ചുമര്, ഭിത്തി എന്നർത്ഥം. ചുമർ ഭിത്തി, ബീത്ത് ഭിത്തി, അങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കുക. ബീത്ത് ഭിത്തി, ബീത്ത് പർ, പർ എന്ന് പറഞ്ഞാൽ ഓണാണ്, ഓൺ ദ വോൾ. ചുമരിന്മേൽ, ചുമരിന്മേൽ. പർ എന്ന് പറഞ്ഞാൽ മീതെ, മുകളിൽ, ചുമരിന്മേൽ. ചിക്കലിയോം കി ഗസ്ത്, പല്ലികളുടെ കറക്കം. ഗസ്റ്റ് ലഗി എന്ന് പറഞ്ഞപ്പോ കറങ്ങി എന്നർത്ഥം. ഗസ്റ്റ് കറക്കം, ഗസ്റ്റ് കറക്കം. ഗസ്റ്റ് ലഗി കറങ്ങി എന്നർത്ഥം. അപ്പൊ ചിപ്കലി, ചിപ്കലിയ ഗസ്റ്റ് ലഗി. ചിപ്കലിയാൻ, ചിപ്കലിയാൻ. പല്ലികൾ, പല്ലികൾ ഗസ്റ്റ് ആണ് കേട്ടോ. ഗസ്റ്റ്, ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കുക. ഗസ്റ്റ്. ചിപ്കലിയ ഗസ്റ്റ് രഹി അല്ലെങ്കിൽ ഗസ്റ്റ് ലഗി എന്നൊക്കെ പറയാം. പിന്നെ അടുത്ത വരി, കൈ ദിനം തക്ക്, കുറെ ദിവസങ്ങള്. ചൂഹോം കി ബി ഹാലത്ത്, ചൂഹ എലി. ചൂഹോം കി ഹാലത്ത്, എലികളുടെ അവസ്ഥ. ചൂഹ എലി. ചൂഹെ പ്ലസ് കി, ചൂഹോം കി, എലികളുടെ. ചൂഹോം കി ഹാലത്ത്. രഹി ശിക്കസ്ത്, ശിക്കസ്ത് രഹി, പരാജയമായിരുന്നു. എലികളുടെ അവസ്ഥയും പരാജയമായിരുന്നു. അടുത്തത് ചൂഹോം കി ഹാലത്ത്, ചൂഹ എലി. ചൂഹ എലി, ചൂഹോം കി ഹാലത്ത്, എലികളുടെ അവസ്ഥ എന്തായിരുന്നു? ശിക്കസ്ത് ആയിരുന്നു. ശിക്കസ്ത് എന്ന് പറഞ്ഞാൽ പരാജയം. ശിക്കസ്ത് എന്ന് പറഞ്ഞാൽ പരാജയം. ചൂഹോം കി ഹാലത്ത്, ചൂഹ എലി, ശിക്കസ്ത് പരാജയം. ചൂഹോം കി ഹാലത്ത് ശിക്കസ്ത് രഹി. ചൂഹോം കി ഹാലത്ത് ശിക്കസ്ത് രഹി, എലികളുടെ അവസ്ഥ പരാജയമായിരുന്നു. ചൂഹോം കി ഹാലത്ത് ശിക്കസ്ത് രഹി, എലികളുടെ അവസ്ഥ പരാജയമായിരുന്നു. ചൂഹ എലി. അപ്പൊ ഇതാണ് ആദ്യത്തെ 4 വരി. ഈ 4 വരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ധാന്യമില്ല. അകാൽ കെ കാരണം ഗർമേം ധാന്യ നഹിന്തേ, ക്ഷാമകാലം കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. ക്ഷാമകാലം കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല.
ക്ഷാമം കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. വാതിലും നഷ്ടപ്പെട്ട अकाल के कारण घर में धान्य नहीं था. ക്ഷാമം കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. अकाल के कारण घर में धान्य नहीं था. ഇതാണ് ആദ്യത്തെ 4 വരിയുടെ അർത്ഥം. കുറെ നാൾ അടുപ്പ് കരഞ്ഞു, കൈ ദിനവും തക് ചുൽഹാരോയ. കുറെ നാൾ അടുപ്പ് കരഞ്ഞു, ചക്കി രഹി ഉദാസ്. ആട്ടുകാരിൽ വിഷമിച്ചു. കൈ ദിനവും തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കുറെ ദിവസങ്ങളായിട്ട് ഒറ്റക്കണ്ണനായ അതിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങി. കൈ ദിനവും തക് ലഗി വീട് പർ ചിപ്കലിയും കി ഗസ്റ്റ്. കുറെ ദിവസങ്ങളായിട്ട് ചുമരിന്മേൽ ഭിത്തിയിന്മേൽ പല്ലികൾ കറങ്ങി നടന്നു. കൈ ദിനവും തക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശിക്കസ്ത്. കുറെ നാളുകളായിട്ട് എലികളുടെ അവസ്ഥയും പരാജയമായിരുന്നു. ശിക്കസ്ത് പരാജയം. ഓക്കെ, ഞാൻ അടുത്ത 4 വരി നോക്കാം. ദാനെ ആയേ, ധാന്യം വന്നു. ഘർ കെ അന്തർ, വീട്ടിനുള്ളിൽ ധാന്യം വന്നു. ദാനെ ആയേ ഘർ കെ അന്തർ. ഗുഡ് മോർണിംഗ്. അനുഷിത്ത് എന്താ ചോദിക്കുന്നത്? അനുഷിത്ത് എന്താ ചോദിക്കുന്നത്? റോയ കരഞ്ഞു. ഓക്കെ, അൻഷാദ് പ്രസന്റ്. അൻഷാദ് വന്നിട്ടുണ്ട്. അൻഷാദ് അനുഷിത്ത് എന്താ ചോദിച്ചത് മനസ്സിലായില്ല. ഗുഡ് മോർണിംഗ് പറഞ്ഞു ആണോ റിപ്ലൈ? അനുഷിത്ത് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം. അൻഷാദ് ഓക്കെ, അൻഷാദ് പ്രസന്റ് കിട്ടുന്നത്. പിന്നെ ചേർക്കുന്നത് ഓസ്റ്റിൻ ആണ്. ഓസ്റ്റിൻ പ്രസന്റ്. ഓസ്റ്റിൻ ബി പ്രസന്റ്. ഓക്കെ, അപ്പൊ 2 പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്. എബിൻസി ബാബും ആൻമരിയ ഷോബി 2 പേരാണ് ആബ്സെന്റ് ഉള്ളത്. ഇർഫാൻ ഇതാണ്. ഇർഫാന്റെ പേര് കണ്ടിട്ടില്ല കേട്ടാ. ഇർഫാന്റെ പേരിലുണ്ടാ? ഇർഫാൻ ബി ആണോ? ഓക്കെ, ബിൻസി ബാബു വന്നു. അപ്പൊ ഒറ്റ ആളുകൂടിയാണ് ആബ്സെന്റ് ഉള്ള ആൻമരിയ ഷോബി മാത്രം.
അപ്പൊ ബാക്കിയുള്ളവർക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ മരിയ ഷോബി മാത്രമാണ് ആപ്ഷൻ ഉള്ളൂ കേട്ടോ. മറ്റൊരു മിനിറ്റ്, ഞാന് ചാർജർ ഒന്ന് കണക്ട് ചെയ്തിട്ട്. ഇർഫാൻ ഡബീല് ഇർഫാൻ ഹുസൈൻ പറയുന്നത്. സെയ്ദലവി ടി ഹായ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന് മീനിങ് കൂടി നോക്കാം. അപ്പോ 1004 ക്ഷാമകാലഘട്ടം കഴിഞ്ഞു, ധാന്യം വന്നു, ധാന്യായേ ധാന്യം വന്നു, ഘർ കെ അന്തർ വീട്ടിനുള്ളിൽ, കൈ ദിനോ കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിനുള്ളിൽ ധാന്യം വന്നു, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിനുള്ളിൽ ധാന്യം വന്നു. ദുവാമുട പുക ഉയർന്നു, അതായത് അടുപ്പ് കത്തി എന്നർത്ഥം, പുക ഉയർന്നു. ആംഗൻ സേ മുറ്റത്തു നിന്ന് ഊപ്പർ മുകളിലേക്ക്, കൈ ദിനോ കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. പുക ഉയർന്നു മുറ്റത്തു നിന്ന് മുകളിലേക്ക് കുറെ ദിവസങ്ങൾക്ക് ശേഷം. ചമക്കൂടി തിളങ്ങി, ഘർ ഭർ കി ആംഖേം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ, വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങി. ചമക്കൂടിയും ഘർ ഭർ കി ആംഖേം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങി, കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. കവ്വേനെ ഖുൽജായി പാങ്കേം, കവ്വേനെ ഗുൽജായി പാങ്കേം കൈ ദിനോ കെ ബാദ് കാക്കകൾ ചിറകുകൾ ചൊറിഞ്ഞു, ഗുൽജായി ചൊറിഞ്ഞു, പാങ്കേം ചിറകുകൾ, കൈ ദിനോ കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. ഓക്കെ ഇർഫാൻ, ഓക്കെ ഓക്കെ. ഇർഫാൻ പക്ഷേ ഇർഫാനിവിടെ ഇട്ടിട്ടില്ല, ഞാൻ നോക്കട്ടെ, ചെക്ക് ചെയ്തിട്ടാ. ഞാൻ പ്രസന്റ് ഇടാം, പ്രസന്റ് ഇടുന്നുണ്ട്. പക്ഷെ നിന്റെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഓഫീസിൽ ചോദിച്ചിട്ടുണ്ട്, നീ എ ആണോ ബി ആണോ ചോദിച്ചിട്ടുണ്ട്. നീ ബി തന്നെയാണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ മീനിങ് കഴിഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? ധാന്യായേ ധാന്യം വന്നു, ഗർഖെ അന്തർ വീട്ടിനുള്ളിൽ, കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. ധുവാമുട ആംഗൻ സെ ഊപ്പർ മുറ്റത്ത് നിന്ന് മുകളിലേക്ക് പുക ഉയർന്നു, കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. ചമക്കൂടി ഘർ ഭർ കി ആംഖേം വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി, ചമക്കൂടിയും തിളങ്ങി, കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. കവ്വേനെ ഗുൽജായി പാങ്കേം, കവ്വേനെ ഗുൽജായി പാങ്കേം കാക്കകള് ചിറകുകൾ ചൊറിഞ്ഞു, കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. കാക്കകൾ ചിറകുകൾ ചൊറിഞ്ഞു, കുറെ ദിവസങ്ങൾക്ക് ശേഷം കാക്കകൾ ചിറകുകൾ ചൊറിഞ്ഞു. അപ്പോ കുറെ ദിവസങ്ങൾക്ക് ശേഷം കാക്കകൾ എപ്പോഴാണ് വരിക? വീട്ടില് ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ഒക്കെ വലിച്ചെറിയുമ്പോഴാണ് കാക്ക വരിക. അപ്പൊ ധാന്യം വന്നതിന്റെ ഒരു എഫക്ട്സ്, ഇമ്പാക്ട്സ് ആണ് അവിടെ രണ്ടാമത്തെ 4 ലൈൻസിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ മീനിങ്. ഇനി നമുക്ക് ഇതിന്റെ വേർഡ്സ് നോക്കാം. അതിൽ നിങ്ങൾക്ക് പഠിക്കുന്ന വേർഡ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. ചൂഹ, ചൂഹോം കി ഹാലത്ത് എലികളുടെ അവസ്ഥ, അത് പരാജയമായിരുന്നു. അടുത്തതാര ചൂഹ കഴിഞ്ഞാൽ ധാന്യായെന്നാണ്, ധാന്യം വന്നു.
ധാനയായ ധാന്യം വന്നു. ആൻഡ് വേരിയ ഷോ ബി പ്രസന്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രസന്റ് ആയി. ആൻഡ് വേരിയ ഷോ ബി പ്രസന്റ്. ശിവസൂര്യയുടെ ശിവസൂര്യ വന്നിട്ടില്ലേ? നയന. നയന ഏതാ പേച്ച്? നയന പേച്ച് ഏതാ? ശിവസൂര്യ വന്നിട്ടില്ലേ? ശിവസൂര്യ. ശിവസൂര്യയുടെ ഓക്കെ ഓക്കെ ഓക്കെ. എബ്രോൺ. എബ്രോൺ ഇല്ലേ? അടുത്തത് ധാന്യായതാണ്. ധാന്യം വന്നു. ധാന്യായ ധാന്യം വന്നു. ധാനെ ആയെ. ധാന്യായ ധാന്യം വന്നു. ധാന്യായ ധാന്യം വന്നു. ആ ഏതുള്ളത്? രണ്ട് ടെക്സ്റ്റുള്ള രണ്ട് രീതിയിൽ എഴുതാം. ടെക്സ്റ്റ് രീതിയിലായിരിക്കും. ആയിട്ട് ഏട്ടിരിക്കണം, അങ്ങനെ എഴുതാം. ഗർമേൻ ധാന്യായ വീട്ടിൽ ധാന്യം വന്നു. പിന്നെ ദുവാമുട. ചൂൽഹ ജലാനിയായി കൊടുത്തിട്ടുണ്ട്. ദുവാമുട. പുക ഉയർന്നു. ഇതെന്ന് എല്ലാവരും കേൾപ്പിക്കണം. എല്ലാവരും ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് എല്ലാവരും കേൾപ്പിക്കണം. അല്ലെങ്കിൽ നാളെ 25 പ്രാവശ്യം പൊസിഷനാണ് ഇത്. 25 പ്രാവശ്യം പൊസിഷനാണ് ഇത്. കേൾപ്പിക്കാത്തവർക്ക് എല്ലാവരും ഒന്ന് ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് ഈ വേർഡ്സിന്റെ മീനിങ് കേൾപ്പിക്കണം. നൗണ് വെർബ്. ഈ നൗണും പറയണം, വെർബും പറയണം. ദുവാമുട, ചമക്കുപൊടിയും. അതിന്റെ വെർബ് ഞാൻ പറഞ്ഞിട്ടില്ല. ഗർവാലോക്കെ ആഖ്യമാണ് കേട്ടോ. ചമക്കുപൊടിയും. വീട്ടിലുള്ളവരുടെ കണ്ണുകളാണ് തിളങ്ങിയത്. ചമക്കൂടിയും. ചമക്കൂടിയും തിളങ്ങി. ചമക്കൂടിയും തിളങ്ങി. ഘർ ഭർ കെ ആഖേം ചമക്കൂടിയും. പിന്നെ കവ്വയാണ്. കവ്വേ. കവ്വേ എന്നുള്ളത് കാക്ക. കവ്വേ. കവ്വയ്ക്ക് ഞാൻ ചൊറിഞ്ഞു എന്നുള്ള ഇതല്ല. ഈ വെർബ് തന്നെയാണ് കവ്വയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ടിപ്പണിയിൽ ഈ വെർബ് തന്നെയാണ് കൊടുക്കുന്നത്. കവ്വയായി കാക്ക വന്ന്. ഇപ്പൊ ഇതാണ് നമ്മളുടെ വെർബ്സ് കേട്ടാ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള വെർബ്സ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള വെർബ്സ്. ഓക്കെ, ഇതാണ് വെർബ്സ്. ചൂൽഹ രോയ, ചക്കി ഉദാസ് രഹി, കാനി കുത്തിയ സോയി, ചിപ്കലിയാൻ ഗസ്ത് ലഗി, ഗസ്ത് രഹി, चूहा चूहों की हालत, हालत चूहों की हालत, शिकस्त दी,
ധാനയായേ ദുവാമുട ചമക്കൂടിയും കവ്വയായേ കാക്ക വന്നു. ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് നിങ്ങൾ ഇന്ന് തന്നെ എനിക്ക് വന്ന് മീനിങ് പറഞ്ഞു തരേണ്ട വേർഡ്സ് ആണ് ഇതെല്ലാം. ചൂൽഹ അടുപ്പ്, ചക്കി ആട്ടുകല്, കാനി കുത്തിയ, ഒറ്റക്കണ്ണൻ നായ, ചിപ്കരിയാം പല്ലികൾ, ചൂഹ എലി, ധാനെ ധാന്യം, ധുവാം പുക, ചമക്കൂടി വർബാണ് തിളങ്ങി, കവ്വെ കാക്ക. നിവാബ്സാണ് രോയ കരഞ്ഞു, ഉദാസ് രഹി വിഷമിച്ചു, സോയി ഉറങ്ങി, ഗസ്ത് രഹി കറങ്ങി, ശിഖസ്ത് രഹി ശിഖസ്ത് തീ പരാജയമായിരുന്നു, ആയെ വന്നു, ഉട ഉയർന്നു, ഉടിയും ചമക്കൂടിയും തിളങ്ങി, ആയെ വന്നു. ഇതാണിത് പറയേണ്ട വേർബ്സ് കേട്ടാ. എല്ലാവരും ഇത് പറഞ്ഞു തരണം. ഓക്കെ, ഇനി ഞാന് വേർഡ്സ് തരാം. നമ്മുടെ ടിപ്പണി പറഞ്ഞുതരാം. ടിപ്പണി ഇതൊന്ന് കേൾപ്പിക്കേണ്ടതാണ്. ടിപ്പണി ഒന്ന് കേൾപ്പിക്കണം. ഇത് മനസ്സിലാക്കിയാൽ ടിപ്പണിയും വളരെ ഈസി ആവും. ഇനി ഞാൻ നിങ്ങൾക്ക് ടിപ്പണിയാണ് തരാൻ പോണത്. ഞാൻ ഒന്നുകൂടി മീനിങ് വായിക്കാം. നേരെ വൈകി വന്നവർക്ക് വേണ്ടി ഒന്നുകൂടി മീനിങ് വായിക്കാം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഇതിന്റെ മീനിങ് ഒന്ന് എനിക്ക് എല്ലാവരും പറഞ്ഞു തരണം. എല്ലാവരും മീനിങ് പറഞ്ഞു തരണം. നേരെ വൈകി വന്നവർക്ക് വേണ്ടി ഞാൻ മൂടി മീനിങ് പറയാണ്. ആൽബി എന്താ ചോദിച്ചിട്ടുള്ളത് മനസ്സിലായില്ല. എന്താ ടൈപ്പ് ചെയ്യുന്നത് മനസ്സിലായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം. മീനിങ് ഞാൻ മൂടി പറയാം. കൈ ദിനം തക്ക്, കുറെ ദിവസങ്ങൾ വരെ, കുറെ ദിവസങ്ങൾ. ചൂൽഹാരോയ അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ് ആട്ടുകല്ല് വിഷമിച്ചു. കൈ ദിനം തക് കാനി കുത്തിയ സോയി കുറെ ദിവസങ്ങളായിട്ട് ഒറ്റക്കണ്ണനായ വിഷമിച്ചു. കുത്തിയ സോയി ഒറ്റക്കണ്ണനായ ഉറങ്ങി. ഉൻകെ പാസ് അവയുടെ അടുത്ത്, കുറെ ദിവസമായിട്ട് ഒറ്റക്കണ്ണനായ അവയുടെ അടുത്ത് ഉറങ്ങി. കൈ ദിനം തക് ലേഖി ബീത് പർ കുറെ ദിവസങ്ങളായിട്ട് ഭിത്തിയിന്മേൽ. ചിപ്കരിയും കി ഗസ്ത് പല്ലികൾ കറങ്ങി. കൈ ദിനം തക് ചൂഹോം കി ബി ഹാലത്ത് കുറെ ദിവസങ്ങളായിട്ട് എലികളുടെയും അവസ്ഥ. രഹി ശിഖസ്ത് ശിഖസ്ത് രഹി പരാജയമായിരുന്നു. അടുത്ത നാലുവരി ധാന്യായി ധാന്യം വന്നു. ഘർ കെ അന്തർ വീട്ടിനുള്ളിൽ. കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിനുള്ളിൽ ധാന്യം വന്നു. ധുവാമുട ആംഗൻ സെ ഊപ്പർ പുക ഉയർന്നു മുറ്റത്ത് നിന്ന് മുകളിലേക്ക്. കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. ചമക്കൂടിയും ഘർ ഭർ കി ആംഗേൻ വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങി. കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. കവ്വേനെ ഗുൽജായി പാങ്കേൻ കാക്കകൾ ചിറക് ചൊറിഞ്ഞു. കൈ ദിനം കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. ഇതാണ് ഇതിന്റെ മീനിങ്. ഞാൻ ഇനി ടിപ്പണി പറയാൻ പോവാണ്. ടിപ്പണി ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇനി ക്യാമറ ഓൺ ആക്കട്ടെ.
ഓക്കെ, വേർഡ്സ് തലതിരിഞ്ഞിട്ടുണ്ടാ? വേർഡ്സ് തലതിരിഞ്ഞിട്ടുണ്ടാ? എണ്ണം അല്ലേ, 9 എണ്ണം. എണ്ണം നോക്കാം, നമ്പർ പറഞ്ഞുതരാം. 9 എണ്ണം, 9 എണ്ണം ഉള്ളത് കേട്ടാ. ഒമ്പതെണ്ണുള്ളത്. നിങ്ങൾക്ക് വേർഡ്സ് തലതിരിഞ്ഞില്ല? ഇതെന്തിന്റെയാ? വേർഡ്സ് തലതിരിഞ്ഞാണോ? വേർഡ്സ് തലതിരിഞ്ഞാണോ? ഓക്കെ, ഒരാള് പറഞ്ഞു തിരിഞ്ഞുണ്ട്, ഒരാൾ പറഞ്ഞു വൈറ്റിലൊക്കെ കാണു പറഞ്ഞാ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ഏതാണെന്ന് മനസ്സിലാവില്ല. ഓക്കെ, ശരിയാക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേട്ടാ. ഒന്നാമത്തെ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് നാഗാർജുൻ. फर्स्ट सेंटेंस नागार्जुन, नागार्जुन अगल और उसके बाद नागार्जुन की कविता है. എല്ലാവരും ടൈപ്പ് ചെയ്താ, എല്ലാവരും ടൈപ്പ് ചെയ്യാ. ടൈപ്പിംഗ് ഇല്ലാത്തവര്, ഹിന്ദി ഇല്ലാത്തവര് മംഗ്ലീഷ് ടൈപ്പ് ചെയ്താലും മതി. ഹിന്ദി ഇല്ലാത്തവരും മംഗ്ലീഷ് ടൈപ്പ് ചെയ്താലും മതി. हिंदी लातोर इंग्लिश टाइप इधर मधी लाइन टाइप किया. अगल और उसके बाद नागार्जुन की कविता है. अगल और उसके बाद नागार्जुन की कविता है. लाइन टाइप किया. अगल और उसके बाद नागार्जुन की कविता है. अगल और उसके बाद नागार्जुन की कविता है. अगल और उसके बाद नागार्जुन की कविता है. രണ്ടാമത്തെ നോക്കാം. पहली 4 पंक्तियों में, पहली 4 पंक्तियों में, फर्स्ट 4 लाइन्स ले, आदित्य 4 लाइन्स ले. पहली 4 पंक्तियों में अकाल का वर्णन किया है. पहली 4 पंक्तियों में अकाल का वर्णन किया है. ആദ്യത്തെ 4 വരികളില് അകാലിന്റെ ക്ഷാമത്തിന്റെ ക്ഷാമകാലത്തിന്റെ വർണ്ണനയാണ്. अगल और उसके बाद नागार्जुन की कविता കഴിഞ്ഞാൽ पहली 4 पंक्तियों में अकाल का वर्णन है. पहली 4 पंक्तियों में अकाल का वर्णन है. पहली 4 पंक्तियों में अकाल का वर्णन है.
ആദ്യത്തെ നാല് വരികളില് ക്ഷാമത്തിന്റെ അകാലിന്റെ വർണ്ണനയാണ്. पहली चार पंक्तियों में अकाल का वर्णन है. पहली चार पंक्तियों में अकाल का वर्णन है. शेष चार पंक्तियों में उसके बाद का वर्णन है. शेष चार पंक्तियों में उसके बाद का वर्णन है. शेष चार पंक्तियों में ശേഷമുള്ള നാല് വരികളിലെ അതിനുശേഷമുള്ള വർണ്ണനയാണ്. शेष चार पंक्तियों में उसके बाद का वर्णन है. शेष चार पंक्तियों में उसके बाद का वर्णन है. शेष चार पंक्तियों में उसके बाद का वर्णन है. ശേഷമുള്ള നാല് വരികളിലെ शेष चार पंक्तियों में उसके बाद का वर्णन है. അതിനുശേഷമുള്ള വർണ്ണനയാണ്. പിന്നെ अकाल के कारण घर में दाने नहीं था. 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 ക്ഷാമം കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. ക്ഷാമം കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. अकाल के कारण घर में दाने नहीं था. അടുത്ത പോയിന്റ് इसलिए चूल्हा रोया. इसलिए चूल्हा रोया. इसलिए चूल्हा रोया. इसलिए चूल्हा रोया. അത് കാരണം അടുപ്പ് കരഞ്ഞു. इसलिए चूल्हा रोया. इसलिए चूल्हा रोया. അത് കാരണം അടുപ്പ് കരഞ്ഞു. इसलिए चूल्हा रोया. चक्की उदास रही. चक्की उदास रही. चक्की उदास रही. ആട്ടുകല്ല് വിഷമിച്ചു. चूल्हा रोया. इसलिए चूल्हा रोया. അതുകൊണ്ട് അടുപ്പ് കരഞ്ഞു. चक्की उदास रही. चक्की उदास रही. ആട്ടുകല്ല് വിഷമിച്ചു. काली कुतिया उनके पास सोई. काली कुतिया उनके पास सोई. അതിലൂടെ കൈ ദിനവും തക്കുന്നത് ചേർക്കാം.
ഇതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിന്റെ കൂടെയൊക്കെ കൈ ദിനം തക്ക് ചേർക്കുന്ന കുറെ ദിവസങ്ങളാവും. കൈ ദിനം തക് കാനി കുത്തിയ സോയി, കുറെ ദിവസങ്ങളായിട്ട് ഒറ്റക്കണ്ണനായി ഉറങ്ങി. കൈ ദിനം തക് കാനി കുത്തിയ സോയി, കുറെ ദിവസങ്ങളായിട്ട് ഒറ്റക്കണ്ണനായ ഉറങ്ങി. छिपकलियां भीत पर गश्त लगी, छिपकलियां भीत पर गश्त लगी, छिपकलियां भीत पर गश्त लगी, छिपकलियां भीत पर गश्त लगी. छिपकलियां भीत पर गश्त लगी, പല്ലികൾ ഭിത്തിന്മേൽ കറങ്ങി. चूहों की हालत शिकस्त दी, चूहों की हालत शिकस्त दी, എലികളുടെ അവസ്ഥ ദയനീയമായിരുന്നു. चूहों की हालत शिकस्त दी, चूहों की हालत शिकस्त दी, എലികളുടെ അവസ്ഥ പരാജയമായിരുന്നു. चूहों की हालत शिकस्त दी, എലികളുടെ അവസ്ഥ പരാജയമായിരുന്നു. चूहों की हालत शिकस्त दी, എലികളുടെ അവസ്ഥ പരാജയമായിരുന്നു. कई दिनों तक घर में दाने आए, കുറെ ദിവസങ്ങളായിട്ട്, കുറെ ദിവസങ്ങൾക്ക് ശേഷം, കൈ ദിനോं के बाद, കൈ ദിനോं के बाद घर में दाने आए. അല്ല, അതിന് മുമ്പ് സെൻസ് ഉണ്ട്, क्योंकि घर में दाने नहीं थे എന്നാണ് ഇവിടെ. क्योंकि घर में दाने नहीं थे. അതിന് മുമ്പ് സെൻസ് ഉണ്ട്, क्योंकि घर में दाने नहीं थे, കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. क्योंकि घर में दाने नहीं थे, കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. क्योंकि घर में दाने नहीं थे, കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. क्योंकि घर में दाने नहीं थे, കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. അടുത്ത വരിയാണ് कई दिनों के बाद घर में दाने आए, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു. कई दिनों के बाद घर में दाने आए, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു. कई दिनों के बाद घर में दाने आए, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു. कई दिनों के बाद घर में दाने आए. चूल्हा रोया और दुआ मुड़ा, चूल्हा रोया और दुआ मुड़ा, क्योंकि घर में दाने नहीं थे. दाने ताकि वाली गणम. कई दिनों तक घर में दाने आए, कई दिनों के बाद घर में दाने आए. चूल्हा रोया और दुआ मुड़ा, चूल्हा रोया, चूल्हा जलाया और दुआ मुड़ा, चूल्हा जलाया അടുപ്പ് കത്തി, और दुआ मुड़ा പുക ഉയർന്നു.
ചൂല ജലായ, അടുപ്പ് കത്തിച്ചു. അവർ ധുവാമുട, പുക ഉയർന്നു. घर के लोगों की आंखें चमक उड़ी. घर के लोगों की आंखें चमक उड़ी. കണ്ണുകളാണ് തിളങ്ങിയത് കേട്ടാ. ആംഖേമാണ് ചമക്കൂടി. ആംഖേം ചമക്കൂടി. ആംഖേം ചമക്കൂടി. ആരുടെ ആംഖേം? घर के लोगों के. ആംഖേം ചമക്കൂടി എന്നാണ്. ആരുടെ ആംഖേം? घर के लोगों के आंखें. ലോകം കെ ആംഖേം, വീട്ടിലുള്ള ആളുകളുടെ കണ്ണുകളാണ് കേട്ടാ. ആംഖേം ചമക്കൂടി എന്നാണ്. ആംഖേം ചമക്കൂടി ആരുടെ? ഖിർക്കെ ലോകം കെ എന്നതിന് മുന്നിൽ ചേർക്കാം. ആംഖേം ചമക്കൂടി എന്ന് പറയാ. ആംഖേം ചമക്കൂടി അതിന് കൂടെ എന്ത് ചേർക്കാം? ഖിർക്കെ ലോകം കെ എന്ന് ചേർക്കാം. ആംഖേം ചമക്കൂടി കണ്ണുകൾ തിളങ്ങി. അതിന് മുന്നിൽ ഖിർക്കെ ലോകം കി അത് ചേർക്കാം. ഖിർക്കെ ലോകം കി ആംഖേം ചമക്കൂടി. ആൽവിൻ ഡറല്ല ഗറാണ് കേട്ടോ. വീട്, വീട്ടിലെ ആളുകളുടെ. ഖിർക്കെ ലോകം കി ആംഖേമിന്റെ മുന്നിൽ കീ വരണം. അഭിനൻ ആംഖേമിന്റെ മുന്നിൽ കീ വരണം കേട്ടാ. ഖിർക്കെ ലോകം കി ആംഖേം ചമക്കൂടി. അക്ഷര ആംഖേമിന്റെ മുന്നിൽ കീ വരണ്ട. കീ. ഇനി കവ്വയായേ, കാക്കകൾ വന്നു. കവ്വയായേ, കാക്കകൾ വന്നു. കവ്വയായേ, കാക്കകൾ വന്നു. ഇനി അടുത്തത് ലാസ്റ്റ് വരിയിൽ പറയുന്നത് അവിടെ കവ്വയായേട്ടാ, കാക്കകൾ വന്നു. കവ്വയായേ, കാക്കകൾ വന്നു. കവ്വയായേ, കാക്കകൾ വന്നു. അടുത്തത് പറയുന്നത് കവിനെ, കവി. കവിനെ, കവി. അകാൽ, അകാൽ കെ ദുഃഖ്. അകാൽ കെ ദുഃഖ് അവർ ഉസ്കെ ബാദ് കെ ഖുഷി. ടൈറ്റിൽ രണ്ട് കാര്യങ്ങൾ, അകാലുണ്ട് ഉസ്കെ ബാദുണ്ട്. അപ്പൊ അകാൽ കെ ദുഃഖ്, അകാല് ദുഃഖാണത്, ഉസ്കെ ബാദ് ഖുഷിയ സന്തോഷാണത്. കവിനെ അകാൽ കെ ദുഃഖ് അവർ ഉസ്കെ ബാദ് കെ ഖുഷി. अकाल के दुख और उसके बाद की खुशी वर्णन की है, वर्णिച്ചിട്ടുണ്ട്. कवि ने अकाल की दुख और उसके बाद की खुशी वर्णन की है. कवि അകാലിന്റെ ദുഃഖവും ക്ഷാമകാലത്തെ ദുഃഖവും അതിനുശേഷമുള്ള സന്തോഷവും വർണ്ണിച്ചിട്ടുണ്ട്. कवि ने अकाल के दुख और उसके बाद की खुशी वर्णन की है. कवि ने अकाल के दुख और उसके बाद के खुशी वर्णन की है. कवि ने अकाल के दुख और उसके बाद के खुशी वर्णन की है. कवि അകാലത്തിന്റെ ദുഃഖവും അതിനുശേഷമുള്ള സന്തോഷവും വർണ്ണിച്ചിട്ടുണ്ട്. कवि ने अकाल के दुख और उसके बाद के खुशी वर्णन की है. कवि അകാലത്തിന്റെ ദുഃഖവും അതിനുശേഷമുള്ള സന്തോഷവും വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ വേർഡ്സ്. നിങ്ങളൊരു കാര്യം കൂടി ചെയ്യാം. ഒരു കാര്യം, ആ വേർഡ്സ് ഉണ്ടല്ലോ ഒന്നും പറഞ്ഞു കേൾപ്പിക്കേണ്ട. 25 പ്രാവശ്യം ബൂസ്റ്റുള്ള വേർഡ്സിൽ നിങ്ങള് ചമക്കൂടിന്റെ മുന്നിൽ ആംഖേം കൂടി പഠിച്ചോട്ടാ. ആംഖേം, ചമക്കൂടിന്റെ മുന്നിൽ ആംഖേം കൂടി പഠിച്ചോ. ആംഖേം, ആംഖേം. അപ്പൊ അവിടെ ഒരു നൗണായി. ആംഖേം ചമക്കൂടി എന്ന് പഠിച്ചോ. ആംഖേം ചമക്കൂടി, കണ്ണുകൾ തിളങ്ങി. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴേ ആംഖേം ചമക്കൂടിനുള്ളിൽ ഖിർക്കെ ലോകം കെ എന്ന് ചേർത്താൽ മതി. ഖിർക്കെ ലോകം കി വീട്ടിലെ ആളുകളുടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ന് പഠിക്കാനുള്ള വേർഡ്സ്. ഇതാണ് ഇന്ന് പഠിക്കാനുള്ള വേർഡ്സ്. ഇതാണ് അത് ഞാന് ഇന്ന് പഠിക്കാനുള്ള വേർഡ്സ് ഇതാണ്. ഞാനത് വാട്സപ്പിൽ ഇട്ട് തരണം. വാട്സപ്പിൽ ഇട്ടാ കോപ്പി അടിച്ച് പറയോ. അർത്ഥാണ് പറയേണ്ടത് അല്ലെ. ഓക്കെ, വാട്സപ്പിൽ ഇട്ട് തരാം.
ഇതാണ് പഠിക്കേണ്ട പറഞ്ഞു കേൾപ്പിക്കേണ്ട വേർഡ്സ്. ഇതാണ് മാത്രല്ല വേർഡ്സ് മാത്രല്ല അയ്യോ ഞാനേ യൂട്യൂബിന്റെ ലിങ്ക് എല്ലാ ഗ്രൂപ്പിലിട്ടെ, അതാണ് എല്ലാവരും വന്നത്. ഓക്കെ, ഞാൻ തെറ്റിയിട്ടതാ. യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ എല്ലാ ഗ്രൂപ്പിലിട്ട്. ഓക്കെ ഓക്കെ, അതാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടാ. അതാ ഞാൻ വിചാരിച്ചത് മറ്റ് ബാച്ചുകളിലെ കുട്ടികൾ വന്നെന്ന് വിചാരിച്ചാ. അപ്പൊ അതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഞാന് ഇന്ന് രാവിലെ ലിങ്ക് എല്ലാ ഗ്രൂപ്പിലിട്ട്. അമ്മ ഡ്യൂട്ടിക്ക് പോവാട്ടാ. അപ്പൊ ഞാൻ ലെഫ്റ്റ് ആണ്. അമ്മ വന്നിട്ട് പറഞ്ഞു വിളിച്ചേരാട്ടാ. ഓക്കെ, ഇതാണ് നമ്മളുടെ ടിപ്പണി. और उसके बाद Never say video. Class 2 टिप्पणी
अकाल और उसके बाद नागार्जुन की कविता है। अकाल और उसके बाद नागार्जुन की कविता है। अकाल और उसके बाद എന്നുള്ളത് നാഗാർജുന്റെ കവിതയാണ്। पहली 4 पंक्तियों में ആദ്യത്തെ 4 വരികളിലെ അകാൽ കാ വർണ്ണന है। അകാലത്തിന്റെ വർണ്ണനയാണുള്ളത്। ശേഷ് ഇത് ശോഷണല്ല വായിക്കട്ട, പലരും ഇതിനെ ശോഷണ വായിക്കുന്നത്, ഇത് ശോഷണല്ല। നോക്കുക, ഷ എഴുതുമ്പോഴും ഗ എഴുതുമ്പോഴും ഒരു വര ഓൾറെഡി അവിടെ ഉണ്ട്, പിന്നെ നീട്ടാൻ വേണ്ടി ഒരു വര കൂടി ഇട്ട് കൊടുക്കണം കേട്ടാ। ഇത് പലരും വായിക്കുന്നത് ശോഷണമാണ് കേട്ടോ, ശോഷണല്ല വായിക്കുന്നത്, ശേഷണ വായിക്കുന്നത്। शेष 4 पंक्तियों में ശേഷമുള്ള 4 വരികളിലെ उसके बाद का वर्णन है, അതിനുശേഷമുള്ള വർണ്ണനയാണ്। അകാൽ के कारण घर में दाने नहीं था, ക്ഷാമം കാരണം വീട്ടിൽ ധാന്യം ഉണ്ടായിരുന്നില്ല। इसलिए चूल्हा रोया, അതുകൊണ്ട് അടുപ്പ് കരഞ്ഞു। ചക്കി ഉദാസ് രഹി, ആട്ടുകല്ല് വിഷമിച്ചു। കൈ ദിനം തക് ഉൻകെ പാസ് കാനി കുത്തിയാ സോയ, ഇവിടെ കാനി എന്നാണ് അവിടെ എഴുതി തെറ്റിയിട്ടുണ്ട്, കാനി കുത്തിയാന്നാക്കണം നിങ്ങള്, അത് കറക്റ്റ് ചെയ്യണം। കൈ ദിനം തക് ഉൻകെ പാസ് കാനി കുത്തിയാ സോയി, കുറെ ദിവസങ്ങളായിട്ട് അവയുടെ അടുത്ത് ഒറ്റക്കണ്ണനായ ഉറങ്ങി। ചിപ്കയ്യാം ഭീത്ത് പർ ഗസ്തിലേക്ക്, പല്ലികൾ ഭിത്തിയിന്മേൽ കറങ്ങി। ചൂഹോം കി ഹാലത്ത് ബി ശിക്കസ്ത് തി, എലികളുടെ അവസ്ഥയും പരാജയമായിരുന്നു। ശിക്കസ്ത് പരാജയം, ശിക്കസ്ത് അറിയാത്തവരെ, ശിക്കസ്ത് ബുദ്ധിമുട്ടുള്ള ഒരു ബുരാന്ന് അയക്കാൻ വേണ്ടിട്ടാ, ബുരി ബുരാലി ബുരി നയിക്കാൻ വേണ്ടിട്ടാ, ചീത്തയായിരുന്നു, മോശമായിരുന്നു। എലികളുടെ അവസ്ഥയും മോശമായിരുന്നു। ശിക്കസ്ത് പരാജയം എന്നാണ് അർത്ഥം, അതറിയാത്തൊരു ബുരീന്നാക്ക। അതുപോലെ ഗസ്റ്റ് അറിയാത്തൊരു ചലനെ ലഗി എന്നുള്ള വാക്കാട്ട, ഗസ്റ്റ് അറിയാത്തൊരു ചലനെ ലഗി എന്നാക്ക। ഗസ്റ്റ് ഓർമ്മ വന്നില്ലെങ്കിൽ അവിടെ തന്നെ നടക്കാൻ തുടങ്ങിയെന്നാക്ക, ചലനെ ലഗി। ഇതുപോലെ ഏതെങ്കിലും ലൈൻസ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ചെറുതാക്കി തരാം കേട്ടാ। ചൂഹോം കി ഹാലത്ത് ബി ശിക്കസ്ത് തി, എലികളുടെ അവസ്ഥയും മോശമായിരുന്നു। ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഘർ മേ വീട്ടിൽ താനെ നഹീം താ, വീട്ടില് ധാന്യം ഉണ്ടായിരുന്നില്ല। അകാൽ കെ ബാദ് ക്ഷാമത്തിന് ശേഷം ഘർ മേ ദാനയായേ, വീട്ടിൽ ധാന്യം വന്നു। ചൂൽഹ ജലായ, അടുപ്പ് കത്തി, അവർ ദുവാമുട, പുക ഉയർന്നു। ഘർ കെ ലോകോം കെ ആംഖേം ചമകൂടിയും, വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങി। കവ്വയായേ, കാക്കകൾ വന്നു। കവി അകാൽ കെ ദുഃഖ്, കവി അകാലത്തിന്റെ ദുഃഖവും